അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ അടുത്തൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വീടുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ചധികം റിസോഴ്സസ് വേണ്ടി വരും. അപ്പോൾ നമുക്കിനി ഓഫ് ക്യാമറയിൽ കുറച്ച് ഓക്കിൻ്റെയും പിന്നെ അസസി എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അതിൻ്റെ വുഡ് കുറച്ച് നല്ല പ്ലാങ്ക്സ് ഉണ്ടാക്കണം. 2-3 സ്റ്റാക്കൊന്നും പോരല്ലേ കാരണം അത്രയും വലിയൊരു വീടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീടുണ്ടാക്കാൻ ചെറിയ വീടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാം. നമ്മളിപ്പോൾ കുറച്ച് ലൂട്ടിങ്ങിന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞമ്മളവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. ഇത് നോക്ക്, ഇവിടെ ഒരു വേറെ വില്ലേജ് ഉണ്ട്. വേറെ വില്ലേജ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചെസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇൻവെൻറ്ററി കാലിയാക്കിയിട്ട് പോവാം. ചെസ്റ്റ് ഉണ്ടാക്കണം. ഇവിടെയൊക്കെ ലാമ ഉണ്ടല്ലേ ഒറ്റക്ക്. സാധാരണ ട്രേഡറിൻ്റെ ഒപ്പൊക്കെയാണ് ലാമേനെ കാണാറ്. നമുക്കൊന്ന് പോയി നോക്കി വരാം. ഇവരൊക്കെ മതി, ഇവരൊക്കെ കൃഷി നടത്തുന്നുണ്ട്. പക്ഷെ എവിടേക്കാ നോക്ക്, ഈ ഇതിൻ്റെ പേരെന്തെങ്കിലും നോക്കേണ്ടി വരും. ഇവർക്ക് എവിടേക്ക് കൃഷി നടത്തുന്നു. ഇവർ ഭയങ്കര വെറൈറ്റി തോന്നുന്നു കേട്ടോ. ഇതൊന്നും അഞ്ഞിട്ടും കൂടി ഇല്ല, പക്ഷെ അവർ കൃഷി നടത്തുന്നുണ്ട്. ഇതെന്താ, ഇവര് കൃഷിൻ്റെ സ്റ്റൈല് നോക്കണോ. ഇതൊക്കെ ബാനറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി തരാനുള്ളത്. ഇതിലെന്താ ഉള്ളത്, ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്ത വീട്. വാവ്, ബ്യൂട്ടിഫുൾ. ലൈബ്രറി എൻചാൻറ്റിംഗ് ടേബിൾ ഇല്ലല്ലേ, കുറച്ച് ഓവറായി തോന്നുന്നു എൻചാൻറ്റിംഗ് ടേബിൾ ജയിച്ചത്. ഇവിടെ ഓറഞ്ച് ബെഡല്ലേ മെയിനായിട്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ മാൽക്കൊക്കെ വരാം. ഇവിടെ ഒരു പേപ്പർ എൻട്രാൻ കിട്ടിയിട്ടാ. ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെന്താ, കാറ്റഗറി ടേബിളോ, മാപ്പ് ഉണ്ടാക്കാനുള്ള ഇതാ തോന്നുന്നത്. ഇവിടെ തന്നെ കേട്ടോ, നേരത്തെ നമ്മൾ കണ്ട അതേ രീതി തന്നെ. ഇവിടുത്തെ ബ്ലാക്ക് സ്മിത്തിനൊക്കെ കാണണം കേട്ടോ. ഇതൊന്ന് വെള്ളം ലീക്കായ ഹൗസാണുള്ള ഇവിടെ. ചെസ്റ്റ് ഇല്ല. ഇവിടെ ഓക്കല്ല തോന്നുന്നത്. ഇവിടെ തണ്ണിമത്തനും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറേ സീഡ് ഇട്ടിട്ടുണ്ട്, കാരണം വെള്ളം ലീക്ക് ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല സീഡ് എത്തിയിട്ടുണ്ട്. ഇതെത്തി, ബ്ലാക്ക് സ്മിത്ത് എത്തി. ഇത് വെറൈറ്റി ഹൗസാണ് അവിടെ. അത് നിങ്ങൾ കണ്ടില്ലേന്ന് അറിയാം. 7 ഒബ്സിഡിയൻ. That's literally good.
വേറെ ബ്ലാക്ക് സ്മിത്തിൻ്റെ പേരുണ്ടോ നോക്കാം. ഇതൊക്കെ നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാലേ ഇതൊക്കെ നമ്മൾ നോക്കി എന്ത് ഹൈറ്റുള്ള ഇവിടെയൊക്കെ ഗ്രാസാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഹൗസ് കൊടുക്കെങ്കിലും ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുക. നല്ല പ്ലെയിൻ ഏരിയ ഉണ്ട്. നമുക്ക് ഹൗസ് കൊടുക്കാൻ ആക്കാം കേട്ടോ. കുറച്ച് നല്ല റിസോഴ്സസ് എടുത്തതിന് ശേഷം ഹൗസ് മാറ്റാനല്ലേ. കാരണം നല്ല പ്ലെയിൻ ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയല്ലേ ആണ്. ഇനി നമുക്ക് നമ്മൾ വീടുണ്ടാക്കാൻ വിചാരിച്ചിടത്ത് തിരിച്ചു പോവാം. നമുക്ക് വീട് ഇവിടെ കൊടുത്തുണ്ടാക്കാൻ നല്ല ബെനിഫിറ്റ് കയറും. ഇവിടെ നല്ല മരങ്ങളുണ്ട്, നല്ല പ്ലെയിൻ ഏരിയ അല്ലേ. ഇവിടെ നല്ല പ്ലെയിൻ ഏരിയാസ് ഉണ്ട് കേട്ടോ ഗായ്സ്. നമ്മൾ വീടുണ്ടാക്കിയ സ്ഥലം അവിടെ നിന്ന് മനസ്സിലായി. നമുക്ക് വീട് ഇവിടെ ആയിട്ട് ഉണ്ടാക്കട്ടെ. പ്രാവശ്യം വീട് എന്തായാലും മാറ്റേണ്ടി വരും. ഇവിടെയൊക്കെ നല്ല ഏരിയാസ് ഉണ്ട് കേട്ടോ വീടുണ്ടാക്കാൻ. നമ്മളൊന്ന് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്ന് ഉറപ്പിക്കേണ്ടി വരില്ലേ. അവിടെ വേറെ വില്ലേജ്, ഇവിടെ വേറെ വില്ലേജ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തേക്കണം. ആയോ 13 ഓപ്ഷന് ഗ്രേറ്റ്. ചെസ്റ്റ് പ്ലേറ്റ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ. എനിക്ക് അതവിടെ നോട്ടെ. ബ്രെഡ് നമ്മളടുത്ത് അതിലില്ലല്ലേ. സാഡിലിപ്പോൾ നമ്മുടെ അടുത്ത് 3 ഉണ്ട് തോന്നുന്നത്. സാഡിലൊന്നാലും വെക്കാറ്റത്തില്ലേ. ആപ്പിൾ ഉണ്ട്. നമുക്ക് ഗോൾഡ് എടുത്തേക്കാം. ഗോൾഡ് അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ബ്രെഡ് പുറത്തേക്ക് എടുത്തേക്കാം. ഫുഡ് ഐറ്റംസ് പുറത്തെടുത്തേക്കാണ് നല്ലത്. ഗ്രാസ് കൊണ്ടുവരണം എടുത്തേക്കാം. പേപ്പർ ബക്കറ്റ് നോട്ടെ. ആപ്പിൾ നമുക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആപ്പിൾ സീഡ് നോട്ടെ. സെറ്റ് നമ്മൾ പഴയ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വളരെയധികം കുറച്ച് റിസോഴ്സുമായി വന്നേക്കുകയാണ്. അപ്പോൾ തീരെ റിസോഴ്സസ് ഇല്ല, കുറച്ചുള്ളൂ ആകെ. അപ് ടു 9 സ്റ്റാക്ക് 9.5 അതിനകടെയുണ്ട് സ്റ്റാക്ക് ഓക്ക് സാപ്ലിങ്സും പിന്നെ ഇതും അസാസിയ പ്ലാങ്സ് 2 സ്റ്റാക്ക്. അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ചപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം എടുത്ത് കൊണ്ടുപോയി ബേസ് ഉണ്ടാക്കാമെന്നാണ്. ഇവിടെ കണ്ടോ നല്ല പ്ലെയിൻ ഏരിയാസാണ്. നമുക്ക് പ്ലെയിൻ ആക്കണം. എല്ലാവരും ഗിഫ്റ്റായിട്ട് തരണമെന്നില്ലല്ലോ. അതേമാതിരി തന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അതൊക്കെ വളരെ വിശാലമാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്ട്.
കുറേ നൂറ്റാണ്ടുകൾ ശേഷം കുറേ ടൈമുണ്ട് ഇതുപോലെ നോക്കിയാൽ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ 9 സ്റ്റാക്കും കഴിഞ്ഞില്ല നമ്മൾ അപ്പോൾ ചെറിയ വീട് നടക്കുന്നത് അതனால் കുറവാണെങ്കിൽ നമ്മൾ ചെറിയ വീട് ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാ ടൈം അങ്ങനെ ഒന്ന് എന്താണ് നമുക്ക് സാധനം മാറ്റി വെക്കാം ഇവിടെ ഫാം പ്ലാൻ ചെയ്ത് നമുക്ക് കുറച്ച് മിനിറ്റ് കൂടെ ബീഫ് ഫാം ചെയ്യണം നമുക്ക് അടുത്ത അത്യാവശ്യം മഞ്ഞ നോക്കാം നമുക്ക് അടുത്ത ദിവസമുള്ള വീറ്റ് ഫാം മഞ്ഞും പോവാം ഇവിടെ ഫുള്ള് കൗ ഫാം പിഗ് ചെയ്യണമെന്നറിയില്ല ഷീപ്പ് കൗവ് ആ വക സാധനങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗൈസ് നമ്മളെ പെര. ഇവിടെ നമ്മൾ സ്റ്റോറേജ് ഇവിടെ ബുക്ക് ലൈബ്രറിയാണ് ഉദ്ദേശിച്ചുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് അല്ലാതെ ഡെക്കറേഷൻസ് കൂടി ചെയ്യാണ്ട് കേട്ടോ. നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റാക്കി പോകുന്നത്. നമ്മൾ ഒരു നിലയും കൂടി ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ഗ്ലാസ്സൊക്കെ മറന്നേക്കല്ലേ, അത് ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഇതൊരല്പം പോകാതെന്ന് സംശയം ഈ സംഭവം. അല്ലാതെ നമുക്ക് താഴത്തേനെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് താഴത്തേനെ ബ്ലോക്ക് ചെയ്താണ്ട് സെറ്റാക്കാം. ഇങ്ങനെ പോയാൽ മതി. ഇത് ഇങ്ങനെ പോകുന്ന പ്രശ്നമുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് രസക്കുറവോ അതിൻ്റെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അത് മുറുക്കം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ സെറ്റ്. നമുക്ക് നിർത്തണ്ട. കുറച്ച് മരം നോക്കാം, കുറച്ച് മരം നോക്കാം. നമുക്ക് ബ്രെഡ് കുറച്ച് മരം നോക്കാം, കുറച്ച് മരം ചെല്ലാം ദൂരം മതി. അത് കോക്കനട്ട് ഫെൻസ് ആണ് ഞാൻ സിമ്പിളായി. പിന്നെ ചെറിയ കുറച്ച് ഹോം ക്വസ്റ്റൻസ് നമുക്ക് ഫുഡ് കൊടുക്കുന്നത് കുറച്ച് ഹോം ക്വസ്റ്റൻ ഉണ്ടാവും. ഇത് നാളെ ഇത് നമുക്ക് ട്രാവൽ ഉണ്ടാവും. ഈ ഓക്കെ ഫെൻസ് ആവശ്യമില്ല. സ്ക്രീപ്പറുള്ളത് നോക്കി നന്നായിട്ടോ. ആ പാവത്തിനെ കൊന്ന് ഞാൻ തന്നെ കൊന്ന് ക്രീപ്പർ കൊന്ന്. നമുക്ക് ബെഡിൽ മേലേക്ക് പോകാനുണ്ട്. നമുക്കിവിടെ പണിയെടുക്കാം കേട്ടോ, അത് നല്ലത്. എനിക്ക് നമ്മുടെ ഹൗസിൽ താഴത്ത് കുറച്ച് ആൾക്കാർ കിട്ടുന്നതാണ്. യെസ് ഉണ്ട്. ഇതിലൊന്ന് കൊല്ലട്ടോ നമുക്ക്. എനിക്ക് തോന്നി അപ്പോഴേ താഴത്തെ ഒരു സോംബി പെട്ടുണ്ടെന്ന്. ആ സോംബിലുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിടക്കാൻ പറ്റുമല്ലോ. ആ ക്രീപ്പർ കണ്ടു ക്രീപ്പർ അവൻ്റെ വയ്ക്കുന്നത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ക്രീപ്പർ ഒതുക്കാൻ ഒരാൾക്കണ്ടേ കഴിയത്തുള്ളൂ.
കീപ്പറിനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂച്ചസാർ തന്നെ വേണം. പൂച്ചസാറാകുമ്പോൾ ക്രീപ്പർ പേടിച്ചോളും. ഇവരെ കൊണ്ട് വല്ലാതെ ശല്യമാണ്, ഒളിച്ചിരിക്കുന്നവർ. നമുക്ക് നമ്മളെ ഐറ്റം ഇറക്കാം. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അതോടെ. അയ്യോ ഒറ്റടി ചോദിച്ചാൽ അവന്, കാരണം നല്ല ഇതുണ്ട് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് സോഫാസ് വെറുതെ രസമല്ലേ. ശരിക്കും ഇവിടൊക്കെ ആയിരുന്നു ഇനി ഓക്സ്റ്റെയറിന് വേണ്ടിയില്ലേ ഇവിടെ ഒന്നുകൊണ്ട് അതിനായിട്ട് ഇവിടെ ഒന്ന് ഹായ് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നിർത്തുകയാണ്. നമ്മുടെ ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ലാഗ് കാരണം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഓഫ് ക്യാമറ ചെയ്താണ്, വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്ത പാട്ടിൽ കാണാം. ഇതിൻ്റെ വാതിലടിച്ച് നോക്കട്ടെ. പുതിയ അതിഥികൾ ഉണ്ടാവണ്ടായിരുന്നു, രക്ഷപ്പെട്ടു.